പാഠം 843. ഒരു വൻ മോഷണ കഥ. ഇതുവരെ ഷർട്ട് മുണ്ട് തയ്ച്ചു കഴിഞ്ഞല്ലേ? എപ്പോഴേ കഴിഞ്ഞതാണ്. ഇതായിരിക്കുന്നു മോഹനയുടെ ഷർട്ട് മുണ്ട്. ഇതെന്റെ സാരി ഒന്ന് അയൺ ചെയ്യുന്നതാ. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. സുമലത കൊലക്കേസിൽ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത പ്രഭാകരന് വേണ്ടി പോലീസിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. പോലീസിനെതിരെ കേസോ? അതെ, അന്യായം ആര് കാണിച്ചാലും അവർക്കെതിരെ കേസ് കൊടുക്കാം മോഹനേട്ടാ. സുമലത കൊല്ലപ്പെട്ട ദിവസം രാവിലെ അവിടെ കണ്ടു എന്ന് പറഞ്ഞാണ് പോലീസ് പ്രഭാകരനെ അറസ്റ്റ് ചെയ്തത്. ഞാനല്ല കൊന്നതെന്ന് പ്രഭാകരൻ കരഞ്ഞു പറഞ്ഞതാണ്. പ്രഭാകരന്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നപ്പോഴും ഞാൻ DYSP ഹേമേന്ദ്രൻ സാറിനോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ് സാർ, സുമലതയെ കൊന്നത് പ്രഭാകരനല്ല എന്ന്. അപ്പൊ ഹേമേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? വക്കീലിന്റെ കാര്യം നോക്കിയാൽ മതി, കേസ് അന്വേഷിക്കാൻ പോലീസിനറിയാന്ന്. ഒടുവിൽ അന്വേഷണം തീർന്നപ്പോ പ്രതി ആരാണ്? സുമലതയുടെ സ്വന്തം ഭർത്താവ് ശശി. അതിപ്പോ ഒരു കേസ് അന്വേഷണം ആവുമ്പോ അങ്ങനെയൊക്കെ അല്ലേ? ശരിയായ പ്രതിയെ കിട്ടുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ഒക്കെ സംശയിച്ചെന്നോ അറസ്റ്റ് ചെയ്യുന്നൊക്കെ വരും. പ്രഭാകരൻ രാവിലെ ആ വീട്ടിൽ ചെന്നതിന് സാക്ഷികളുണ്ടല്ലോ. അപ്പോ പ്രഭാകരനെ സംശയിക്കാതിരിക്കാൻ പറ്റുമോ? അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരാള് മറ്റൊരാളെ കൊല്ലണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണ്ടേ മോനട്ടാ? പ്രഭാകരന് സുമലതയെ കൊല്ലേണ്ട കാര്യം എന്തായിരുന്നു? ഒന്നുമില്ല. അത് മാത്രമല്ല, സുമലതയുടെ ഭർത്താവ് ശശിയും അവളും തമ്മില് പലപ്പോഴും വഴക്കുണ്ടാക്കിയ കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ പിന്നെ ആദ്യം സംശയിക്കേണ്ട ശശിയല്ലായിരുന്നു. അത് അപ്പൊ പോലീസ് ചെയ്തില്ല. കൺമുന്നിൽ പ്രതി ഇരിക്കുന്ന നിരപരാധിയായ പ്രഭാകരന് പുറകെ പോയ പോലീസുകാരെ പറ്റി ഇനി എന്ത് പറയാനാണ്? ഭാമേ, നീ ഒരു വക്കീലാണ്. നിന്റെ ജോലി കേസ് അന്വേഷണമല്ല, കേസ് വാദിക്കലാണ്. വെറുതെ പോലീസുകാരുടെ ജോലിയിൽ ഇടപെട്ട് അവരെ ശത്രുക്കളാക്കിയാൽ അതിന്റെ ദോഷം നിനക്ക് തന്നെയാ. നമ്മുടെ നാട്ടിലെ പോലീസുകാരാണ് കക്ഷികള്. വാശി എങ്ങനെ തീർക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെ വാശി തീർക്കാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഞാനേ ഈ നാട്ടിലെ എണ്ണം പറഞ്ഞൊരു ക്രിമിനൽ വക്കീലാ. എന്നോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഊരറിയും. മോഹനേട്ടനെ പോലുള്ള ഒരു പോലീസിനെ ഇങ്ങനെ പേടിക്കുന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. അന്യായം കാണിക്കുന്ന ആരായാലും ചോദിക്കാൻ പഠിക്കണം മോനട്ടാ. പ്രഭാകരനെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് 6-7 ദിവസം കഷ്ടപ്പെടുത്തിയനെ പോലീസിനെ കൊണ്ട് ഞാനിന്ന് സമാധാനം പറയും. നോക്കൂ, നിന്റെ ഈ അഹങ്കാരമൊക്കെ കണ്ടിട്ടും പോലീസുകാരൊന്നും പറയാതിരിക്കുന്നത് നീ വലിയ ആളായതുകൊണ്ടല്ല, വില്ലേജ് ഓഫീസർ K. മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. അത് മറക്കാതിരുന്നാ കൊള്ളാം. ഫോൺ എടുക്ക്. നീ പോയെടുത്താ മതി, നീ ഒരു വക്കീലല്ലേ? അതും തമ്മിൽ എന്താ ബന്ധം? പോയിട്ടാ ഫോൺ എടുക്ക്. എനിക്ക് സാരി തയ്ച്ചു വെക്കണ്ടേ? എനിക്ക് സൗകര്യമില്ല. സുഖട, എനിക്ക് മനസ്സിലായി. പോലീസുകാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തൊടുന്ന കാര്യം വന്നപ്പോ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥന് നൊന്തു. ഹലോ, വിദ്യ, എന്താ രാവിലെ? എന്ത് തിരക്ക്? ഒരു തിരക്കുമില്ല. ഞാൻ മോഹനേട്ടന് കുറ്റാന്വേഷണത്തിന് ചില ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതൊക്കെ ഉണ്ട് മോളെ, നേരിട്ട് കാണാൻ പറയാം. ഇന്നുച്ചയ്ക്കോ? എന്താണ് കാര്യം? പുതിയ വള വാങ്ങുന്ന കൊള്ളാം. നീ ഒരു ഭാഗ്യം ചെയ്ത ജന്മമാണ്. എന്ത് പറഞ്ഞാലും നിന്റെ സന്ദീപ് സാർ സമ്മതിച്ചു തരുമല്ലോ. ഇവിടെ ഒരു കാർക്കൊടാനുള്ളതിന്റെ സ്വഭാവം നിനക്ക് തന്നെ അറിയാലോ. എന്റെ ഈ മാലയൊന്ന് മാറ്റി വാങ്ങണമെന്ന് ഞാൻ. അയ്യോ, എന്റെ മാലയോടെ. അയ്യോ, ഞാൻ തന്നെ തിരിച്ചു വിളിക്കാമേ. മാലയോടെ പോയി. ഞാൻ ഇറങ്ങുന്നു. മോഹനേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നു. ഞാൻ കരുതി മോഹനേട്ടൻ പോയിട്ടുണ്ടാവുന്നു.
എന്താണ് മോനേട്ടാ? ഇവിടെ വരൂ. എന്താ? ഇവിടെ വരൂ. ഇതെന്താണ്? അതിന്റെ മാല. മാല സാധാരണ കഴുത്തിലാണല്ലോ ഇടാറുള്ളത്. തുണി അലക്കുമ്പോ മാല തടസ്സം മോഹനേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇത് അകത്തെവിടെയെങ്കിലും വെക്കണമായിരുന്നു. ഇങ്ങനെ പരസ്യമായി പുറത്തുകൊണ്ട് വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവില്ലേ? ഞാനിവിടെ നിൽക്കല്ലേ. പക്ഷേ നീ തുണി അയലിടാനോ മറ്റോ അങ്ങോട്ട് പോകുമ്പോ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയാലോ? ഞാൻ ഒരിടത്തും പോകുന്നില്ല. തുണി അലക്കി കഴിയുമ്പോ ഇതെടുത്ത് ഞാൻ കഴുത്തിലോട്ടിടും. അതത്രേ ഉള്ളൂ. ഇങ്ങനെ തർക്കുത്തരം പറയാൻ എളുപ്പാ. പക്ഷേ ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മോഹനേട്ടാ, ഞാൻ ഈ മാല ഇട്ടോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയതാണ്. എന്നും തുണി അലക്കുന്നത് ഞാൻ തന്നെയാണ്. തുണി അലക്കുമ്പോഴെല്ലാം ഞാൻ ഈ മാല ഉരി വെക്കാറുമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത് എവിടെയും പോയിട്ടില്ലല്ലോ. എന്റെ മാല സൂക്ഷിക്കാൻ എനിക്കറിയാം. മോഹനേട്ട വേഗം ആഫീസ് പോകാൻ നോക്ക്. അറിവും വിവരവുമുള്ളവർ ഒരു ഉപദേശം നൽകുമ്പോ ധിക്കാരം പറയുകയല്ല വേണ്ടത്. നീയൊക്കെ നീയൊക്കെ അനുഭവിക്കാൻ പഠിക്കും. ഓ, ഞാൻ പഠിച്ചോളാം. ഇപ്പൊ പോയാട്ടെ. എന്റെ ഈശ്വര, അത് ഇതുവരെയായിട്ട് ഞാൻ എടുത്തില്ലേ? മോഹനേട്ട അറിഞ്ഞിരുന്നേ തട്ടിക്കളഞ്ഞനെ. എന്റെ ഈശ്വര, ഇവിടെ എന്റെ മാല എവിടെ? അയ്യോ, ഇനി അപ്പുറത്ത് വീണിട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. അയ്യോ, എന്റെ ഈശ്വര. എന്റെ ഈശ്വര. സാറേ, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അരവിന്ദാക്ഷ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് സാർ പറഞ്ഞിരുന്നു. ഇന്ന് സമയമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വന്നത്. അരവിന്ദാക്ഷ ചേട്ടൻ നാളെ മൈസൂരിലുള്ള മോളെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഉത്തമ, ഓ, നാട്ടിലുള്ള സകലരുടെയും സ്ഥലം അളന്നു കൊടുക്കുക എന്നുള്ളത് വില്ലേജ് ഓഫീസറുടെ ജോലി അല്ല. നാട്ടുകാർക്ക് എന്നെ കൊണ്ടൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് കരുതിയത് എന്റെ മര്യാദ. അത് ശരിയെന്നെ സാർ. സാറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിനൊക്കെ കാശ് വാങ്ങിയേനെ. പക്ഷെ കെ മോഹനൻ സാർ ആണെങ്കിൽ ഒരു പൈസ വാങ്ങിയില്ല. അളവൊക്കെ കൃത്യമായിരിക്കും. അതെ. അപ്പോ ഞാൻ നാട്ടുകാർക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുകയാണ് എന്നത് ഉത്തമൻ സമ്മതിച്ചു. സമ്മതിച്ചു. ഞാൻ അങ്ങനെ ഒരു ഔദാര്യം ചെയ്യുമ്പോ എന്റെ സൗകര്യമല്ലേ നോക്കേണ്ടത്? അല്ലാതെ അരവിന്ദാക്ഷൻ ചേട്ടന്റെ സമയത്തിന് ഞാൻ ചെല്ലേണ്ട കാര്യം എന്താണ്? ഇന്ന് വരാൻ എനിക്ക് സമയമില്ല. അല്ല സാറേ, സാറ് ഇന്ന് തന്നെ വരണമെന്ന് നിർബന്ധിക്കാനല്ല ഞാൻ വന്നത്. നാളെ മൈസൂരിലോട്ട് പോയാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് അരവിന്ദാക്ഷ ചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ്. നമ്മൾ അളക്കാൻ പോകുന്നത് ഭൂമിയല്ല, ഒരാഴ്ചയല്ല, ഒരു മാസം കഴിഞ്ഞ് എന്നാലും അതിന്റെ അളവിൽ കൂടുതലോ കുറവോ വരില്ല. ഒരാഴ്ച കഴിഞ്ഞ് അരവിന്ദാക്ഷൻ ചേട്ടൻ തിരികെ വന്നതിന് ശേഷം നമുക്ക് അളക്കാം. ഓ, അത് മതി സാറേ, മതി. അപ്പൊ അടുത്ത ആഴ്ച സൗകര്യമുള്ളൊരു സമയം പറയാൻ ഞാൻ അരവിന്ദാക്ഷൻ ചേട്ടനോട് പറയാം. അടുത്ത ആഴ്ച അരവിന്ദാക്ഷൻ ചേട്ടന് സൗകര്യമുള്ള സമയത്തല്ല, കെ മോഹനേഷന് സൗകര്യമുള്ള ദിവസം, സമയം അത് ഞാൻ അങ്ങോട്ട് പറയും. പോയിക്കോളൂ. ചില നേരത്തെ ഇയാളെ വർത്തമാനം കെട്ട് കഴിഞ്ഞാൽ ഒറ്റ ചവിട്ട് വെച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നു. എന്ത് ചെയ്യാൻ, കാര്യം കാണാൻ വില്ലേജ് ഓഫീസറെ കാല് പിടിക്കണമല്ലോ. അമ്പോ, ഇങ്ങനെ ഒരു ജന്മം. നമസ്കാരം വക്കീലെ. വക്കീൽ അടുക്കള തിരക്കിലായിരിക്കും കരുതിയാണ് ഞാൻ വിളിക്കാത്തത്. അതെ, എനിക്കൊരു ഭയങ്കര അബദ്ധം പറ്റി. ഞാനാകെ പെട്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് വക്കീലെ കാര്യം? ഇന്നലെ രാവിലെ തുണി അലക്കൊണ്ടിരുന്നപ്പോ ഞാൻ എന്റെ മാല അവിടെ ഊരി വെച്ചു. മോഹനയുടെ ആഫീസിൽ പോകാൻ ഇറങ്ങി നേരായിരുന്നു. അപ്പോ പോവാന്ന് പറയാൻ വന്ന മോഹനയുടെ അപ്പൊ അവിടെ ഇരിക്കുന്ന മാല കണ്ടു. ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ഓരോന്ന് ചേരുന്ന എന്നോട് മോഹനയുടെ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മാലയുടെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന്. ഇത് പറഞ്ഞിട്ട് മോഹനയുടെ അങ്ങ് പോയി. ഉത്തമ, മാല അവിടെ നിന്നെടുക്കാൻ ഞാൻ മറന്നു. ഇപ്പൊ ഓർത്ത് ചെന്ന് നോക്കുമ്പോ മാല അവിടെ ഇല്ല. അയ്യോ, അപ്പൊ മാല എവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടെ. മാല പോയ കാര്യം എങ്ങാനും മോഹനോട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ അന്ത്യ. എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഉത്തമ. അതിപ്പോ കണ്ടുപിടിക്കാന്ന് വെച്ചാ മാല എവിടെ പോയെന്നറിയാൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇന്നലെ ഇവിടെ ആരെങ്കിലും വന്നിരുന്ന വക്കീലെ? അങ്ങനെ ചോദിച്ചാ അയ്യോ, ഞാനത് ഓർക്കുന്നില്ല ഉത്തമ.
എന്റെ കയ്യും കാലും വിറയ്ക്കുക. മോഹനയുടെ സംഗതി അറിഞ്ഞവരുടെ അവസ്ഥ പിന്നെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. എന്നാലും പട്ടാപ്പകൽ ഇവിടെ കയറി വന്ന മാല എടുത്തിട്ട് പോണെങ്കിൽ ഒരു ഭയങ്കര കള്ളനായിരിക്കണമല്ലോ. അതുകൊണ്ട് വക്കീൽ ഇന്നലെ കോടതിയിൽ നിന്നപ്പോഴാ വന്നത്. ഞാൻ ഇന്നലെ കോടതി പോയിട്ടില്ല ഉത്തമ. പോയിരുന്നെങ്കിൽ പോകാൻ നേരം ഞാൻ മാലയുടെ കാര്യം ഓർത്തേനെ. എന്നാലും ഒരാൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ വക്കീൽ അറിയാതിരിക്കോ? ഇനി ഈ വല്ല കാക്കയും കൊത്തിക്കൊണ്ടു പോയതായിരിക്കോ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഇവിടെ പോയി അന്വേഷിക്കും. എന്താ വക്കീലെ? ഉത്തമ, ആളെ എനിക്ക് പിടികിട്ടി. ദാസപ്പൻ. ദാസപ്പനാ? ഓ അതേന്ന്. അല്ലറ ചില്ലറ മോശമായി നടക്കുന്ന ആ ദാസപ്പനല്ലേ, അവൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം വക്കീലെ. ആരാ ഇത്? ദാസപ്പനോ? ഞാൻ ദാസപ്പനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എന്താ വക്കീലെ? തേക്കൻകാട്ടിലെ ജോണിക്കുട്ടിയുടെ പറമ്പിന്ന് ദാസപ്പൻ ഒരു വാഴക്കൊല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ജോണിക്കുട്ടി പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ദിവാരനേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ പരിപാടി നിർത്താറായില്ലേ ദാസപ്പ? അയ്യോ വക്കീലെ, അത് ജോണിക്കുട്ടി വെറുതെ പറയുന്നതാ. സത്യമായിട്ട് ഞാൻ വാഴക്കൊല വെട്ടിയിട്ടില്ല. പിന്നെ വെറുതെ ആരെങ്കിലും അങ്ങനെ പറയൂ? ഏലിയാസ് ചേട്ടനെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കേസില് ഞാൻ ഇടപെട്ട് പറഞ്ഞു തീർത്തുകൊണ്ടാണ് അന്നത് കേസാവാതിരുന്നത്. അന്ന് ദാസപ്പൻ എന്നോട് വാക്ക് പറഞ്ഞതാണ്, ഇനി ഒരു മോഷണത്തിന് പോവില്ലെന്ന്. ഞാൻ നേരായിട്ട് മോഷ്ടിക്കാൻ പോയിട്ടില്ല വക്കീലെ. കഴിഞ്ഞ ആഴ്ച കുട്ടപ്പൻ ചേട്ടന്റെ ഷാപ്പിൽ വെച്ച് ഞാനും ജോണിക്കുട്ടിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്ക് മൂത്തപ്പോ ഞാൻ അവനെ നല്ല 4 ചീത്ത വിളിച്ചു എന്നുള്ളത് നേരം. അതിന്റെ വാശി തീർക്കാനായി ജോണിക്കുട്ടി ഉണ്ടാക്കിയ കള്ളക്കേസായത്. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. പോലീസുകാർ കണ്ടല്ലേ നേരെ പൊക്കിയോണ്ടങ്ങ് പോവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ജോണിക്കുട്ടിയെ കണ്ടേ പ്രശ്നം എങ്ങനെ ഒത്തീർപ്പാക്കാൻ നോക്ക്. പറഞ്ഞു തീർത്തോളാം. ഞാനിപ്പോ വന്നത് വർക്ക്ഷോപ്പിലെ വിജയം പറഞ്ഞിട്ടാ. ഇവിടെ വന്ന് വക്കീലിനെ കണ്ട് ഒരു 100 രൂപ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ആ വിജയന് ഞാനൊരു 100 രൂപ കൊടുക്കാനുണ്ട്. രാവിലെ അവന്റെ കൂടെ വർക്ക്ഷോപ്പിൽ പണിയായിരുന്നു. അത് കഴിഞ്ഞിറങ്ങാൻ നേരം അവന്റെ കയ്യിൽ കാശില്ല. എനിക്കാണെങ്കിൽ ഒരു 100 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ വന്ന് വക്കീലിനെ കണ്ട് ചോദിച്ചു വാങ്ങിച്ചോളാൻ. ദാസപ്പ നിക്കേ, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. ആ ഹലോ വിജയ്, ഞാനാ സത്യഭാമൻ. അതെ, നമ്മുടെ ദാസപ്പനോട് വന്നിട്ടുണ്ട്. വിജയൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞേ. ആ അതെയോ? അപ്പൊ ഞാൻ കൊടുത്തേക്കട്ടെ? അല്ല, ആള് ദാസപ്പനായോണ്ട് ചെറിയൊരു സംശയം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു നോക്കിയത്. ശരി ശരി. ഞാൻ അകത്ത് പോയി പൈസ എടുത്തോണ്ട് വന്നപ്പോഴേക്കും ദാസപ്പൻ അവിടെ ഇല്ല. ഞാൻ അവിടെ എല്ലായിടത്തും നോക്കി, അവിടെ എങ്ങും കണ്ടില്ല. പോയെങ്കിൽ പോട്ടെ നിർത്ത്, ഞാൻ അത് കയറി പോവുകയും ചെയ്തു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ മാലയുടെ കാര്യം ദാസപ്പന്റെ കാര്യം അങ്ങ് മറന്നുപോയി. വക്കീലേ, സംഗതി അവൻ തന്നെ ആയിരിക്കും കൊണ്ടുപോയത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനിപ്പോ എപ്പോഴേ അത് വിറ്റ് കാണും. എന്റെ ഈശ്വരാ. വക്കീലേ, കൃഷ്ണ ജ്വല്ലറിലെ സുശീലിന്റെ വക്കീലിനെ അറിഞ്ഞൂടെ? ദാസപ്പ മോട്ടിക്കുന്ന സ്വർണം എല്ലാം ഈ സുശീലാണ് വാങ്ങുന്നത്. പല പ്രാവശ്യം സുശീലിന്റെ കടയെന്ന് പോലീസ് തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. എന്നാലും സുശീലിന് എവിടെ പേടി? പിന്നെ മോഷണം മുതൽ വാങ്ങും. അവന് ഭയങ്കര ലാഭമല്ലേ? 10,000 രൂപയുടെ സ്വർണത്തിന് സുശീല് 5,000 രൂപ ദാസപ്പന് കൊടുക്കും. 5ഓ 6ഓ മോഷണം തെളിയിക്കുമ്പോ ഒരു പ്രാവശ്യം പിടിച്ചാലും സുശീലിന് ലാഭം. ഉത്തമൻ എന്തായാലും ദാസപ്പനൊന്ന് അന്വേഷിക്കേ. സുശീലിനെ എനിക്ക് പരിചയമുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാം.
ഓ എന്നാലും വക്കീല് കാണിച്ച് എന്തായാലും അബദ്ധമായി പോയി. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ കാണിക്കൂ? ഇങ്ങനെയൊക്കെ വരും ഞാൻ കരുതി ഉത്തമ. ഉത്തം പെട്ടെന്ന് ചെല്ലേ, ഞാൻ സ്വർണ്ണക്കടയിലെ സുശീലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓ ശരി ശരി. മാല പോയ കാര്യം സാർ അറിഞ്ഞാൽ വക്കീലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. സുശീലൻ സുശീലൻ ഹലോ സുശീലല്ലേ? ആ, ഞാൻ സത്യഭാമയാണ്, അഡ്വക്കേറ്റ്. സുശീൽ ഇപ്പൊ എവിടെയാ? അതെയോ? ഞാൻ വിളിച്ചത് ആ ദാസപ്പൻ ഇന്നലെ സുശീലിന്റെ കടയിൽ വന്നോന്നറിയാനാ. ഏത് ദാസപ്പനെന്നോ? സുശീല, വെറുതെ വേഷം കെട്ട് എന്റെ അടുത്തിറക്കല്ലേ. ദാസപ്പൻ കൊണ്ടുവരുന്ന പണ്ടങ്ങളൊക്കെ വാങ്ങുന്ന സുശീലാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു വക്കീലല്ലേ സുശീല? ഇന്നലെ ശരി, എപ്പോ അറിയാൻ പറ്റും? കട ചെല്ലുമ്പോ തന്നെ എന്നെ ഒന്ന് വിളിക്കണം. ഇന്ന് ദാസപ്പൻ അവിടെ വരികയാണെങ്കിൽ എന്നെ അറിയിക്കാൻ വേണം. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്നെ കൃത്യസമയത്തെ കാര്യം അറിയിച്ചില്ലെങ്കിൽ പിന്നെ സംസാരിക്കേണ്ടി വരുന്ന പോലീസുകാരോടായിരിക്കും. അത് മനസ്സിലായല്ലോ? നീ ഇന്ന് രാവിലെ മുതൽ പോലീസുകാരായിട്ടുള്ള ഇടപെടലുകളാണല്ലോ. എന്താ പുതിയ കേസ്? അത് ഒരു മോഷണ കേസാ. കുറച്ചു മുമ്പ് കൊലപാതക കേസ്, ഇപ്പോ മോഷണ കേസ്. ഇനി എന്ത് കേസാ വരാനുള്ളത്? ഇനിയിപ്പം മിക്കവാറും ഒരു വിവാഹമോചന കേസ് വരും. വിവാഹമോചനത്തെ തീർന്ന ഭാഗ്യം. അത് കൊലപാതകമാവുമെന്ന് ഇപ്പൊ എന്റെ സംശയം. മനസ്സിലായില്ല? ഇപ്പൊ മോഹനേട്ടൻ ഇത്രയും മനസ്സിലാക്കിയാ മതി. ഇതിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും മോഹനേട്ടാ. അല്ലെങ്കിൽ നിന്റെ ഈ കേസിൽ എനിക്ക് താല്പര്യമില്ല. ദിവസവും ഇങ്ങനെ കള്ളന്മാരും കൊലപാതകങ്ങളും പിടിച്ചവറിക്കാരുമായി ഇടപെടുന്ന നിന്നെ സമ്മതിക്കണം. ഓ, ആണം കിട്ട പരിപാടി. മോഹനേട്ടനോട് കാര്യം പറഞ്ഞല്ലോ. എന്തായാലും മോഹനേട്ടൻ കാര്യം അറിയും. അപ്പൊ ഞാൻ തന്നെ പോയി പറയുന്നല്ലേ നല്ലത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മോഹനേട്ടൻ മറുപടി പറയോ? എന്താണ്? അതെ അതെ, നമ്മളിപ്പോ ഒരു കാര്യം മറന്നുപോയി, അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ആര് എന്ത് മറന്നുപോയി എന്നറിയാതെ ഉത്തരം പറയാൻ പറ്റില്ല. അല്ല അല്ല, കുറച്ചു മുന്നേ വിദ്യാലക്ഷ്മിനെ വിളിച്ചിരുന്നല്ലോ. അവള് അവിടെ പേഴ്സ് ബേക്കറി വെച്ച് മറന്നുപോയി. അതില് 10,000 രൂപ ഉണ്ടായിരുന്നു. ഓർമ്മ വന്നപ്പോ പേഴ്സ് എടുക്കാൻ തിരിച്ച് ബേക്കറി ചെന്നതാ. അപ്പോ അവിടെ സാധനം കാണാനില്ല. വിദ്യ ഇതുവരെ സംഭവം സതീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ പറ്റും? പൈസയും പേഴ്സും ഒക്കെ ശരിക്കും സൂക്ഷിക്കേണ്ടതല്ലേ എന്ന് എപ്പോഴും പറയുന്നതാണ് സതീഷ് സാറേ. അപ്പൊ വിദ്യ പറയും എന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ എനിക്കറിയാന്ന്. ഇപ്പൊ പേഴ്സ് പോയ കാര്യം സതീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ദേഷ്യപ്പെടുമെന്ന് അവളുടെ സംശയം. അതെ, ഈ സതീഷ് സാറിന്റെ സ്ഥാനത്ത് മോഹനേട്ടനായാൽ ദേഷ്യപ്പെടുവോ? നീ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകാം. 1, ആരെങ്കിലും എന്തെങ്കിലും മറന്നു പോകുന്നത് തെറ്റാണോ എന്ന്. അത് ഒരു തെറ്റല്ല. അതാണ് കാരണം മറവി എന്നത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമേ. പക്ഷേ ഇവിടെ മറവി മാത്രമല്ല ഉണ്ടായത്. വിദ്യാലക്ഷ്മിയുടെ ഭർത്താവായ സതീഷ് സാറ് തന്റെ ഭാര്യയോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കാരണം പേഴ്സും പണവും സൂക്ഷിക്കണേ എന്ന് പറയുമായിരുന്നു. ഭർത്താവ് അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് അക്ഷരം പ്രതി അനുസരിക്കേണ്ട ഭാര്യ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എന്റെ കാര്യമൊക്കെ എനിക്കറിയാം, കൂടുതൽ ഉപദേശം വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു ധിക്കാരം പറഞ്ഞ അതേ ഭാര്യ സ്വന്തം പേഴ്സ് മറന്നുപോയി എന്ന് പറയുമ്പോ അതൊരു വെറും മറവിയല്ല, നല്ല നല്ല ആട്ടിയുടെ കുറവാ. നീ ആയിരുന്നു അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ആട്ടിച്ചിന്റെ പല്യതായിട്ടേ. അഹങ്കാരി. എന്നോട് ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ? മറന്നത് ഞാനല്ലല്ലോ, വിദ്യാലക്ഷ്മി അല്ലേ. ഞാൻ അക്കാര്യം പറഞ്ഞത്.
മോനുണ്ടാ ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തേലുമൊക്കെ പറഞ്ഞു നിൽക്കുമല്ലോ. അതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായില്ല. അല്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് വിദ്യാലക്ഷ്മി സതീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ അവളതൊരു തമാശക്ക് പറഞ്ഞായിരിക്കുമല്ലോ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താ? അത് മാത്രമല്ല, വിദ്യയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവളുടെ പേഴ്സും പൈസയൊക്കെ പോയതിനുള്ള ഭയങ്കര സങ്കടത്തിലായിരിക്കില്ലേ അവള്? അപ്പോ അവളെ ആശ്വസിപ്പിക്കുകയല്ലേ സതീഷ് സാറ് ചെയ്യേണ്ടത്? അല്ലാതെ സാറും കൂടെ അവളെ കുറ്റം പറയാൻ തുടങ്ങിയ അവക്കൊരു ആശ്വാസത്തിന് വേറെ ആരാ ഉള്ളത്? ഭാര്യയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ അവരെ ഭർത്താവ് ആശ്വസിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇത് അബദ്ധമല്ലല്ലോ, അഹങ്കാരം കൊണ്ടുവരുത്തതാണ്. ഒരിക്കലും അത് ക്ഷമിക്കാൻ പാടില്ല. വിദ്യയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എനിക്ക് ആഫീസ് പോകാൻ നേരമായി. കഴിക്കാൻ എടുത്തു നോക്കിയേ. ഹലോ, അതെ ഉത്തമനാണ്. ആ സുലൈമാനിക്ക, ഞാൻ നിങ്ങളുടെ പ്രശ്നം പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കാന്നാണ് സെക്രട്ടറി പറഞ്ഞത്. ആ ആ ആ ഒരു 2 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചാൽ മതി. ഓ ശരി 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 ശരി, ഓക്കെ ഓക്കെ. ദാസപ്പനാണല്ലോ വരുന്നത്. ഏടിയ പള്ളി കാലിച്ചുറ്റി. തന്ത്രപരമായി ഇവനെ കൈകാര്യം ചെയ്താൽ സംഭവ സത്യം എന്താണെന്ന് അറിയാം. നീ എങ്ങോട്ടേ? ഞാന് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്കാ. ഉത്തമൻ ഇത് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാ. എന്തൊക്കെയുണ്ട് ദാസപ്പ വിശേഷം? ഓ, അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. അല്ലാതെ നമുക്കൊക്കെ എന്തോന്ന് വിശേഷം? നീ ആ ജോണിക്കുട്ടിയുടെ വാഴക്കൊല വെട്ടിക്കൊണ്ടുപോയ കേസില്ലേ, അതെന്തായി? ഉത്തമനോട് ആരാ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞടേ. ഇന്നലെ രാവിലെ തന്നെ നിന്നെ പൊക്കിക്കൊണ്ടുപോകാൻ പോലീസുകാർ ആലോചിച്ചതാണ്. പിന്നെ സത്യഭാമ വക്കീൽ ഇടപെട്ടത് കൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു. വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. വക്കീൽ വിചാരിച്ച ഈ പ്രശ്നം പുല്ലുപോലെ തീരുമെന്നുള്ള കാര്യം നിനക്കറിയാലോ. അറിയാം. പക്ഷേ വക്കീൽ ഇനി വിചാരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇന്നലെ വക്കീലിനെ കാണാൻ ചെന്നില്ലേടേ? എന്നിട്ട് വക്കീല് പൈസ എടുക്കാനായി അകത്ത് പോയി തിരിച്ചു വന്ന നേരം കൊണ്ട് നീ എന്തോന്നാണ് ചെയ്തത്? എന്താ നീ ഒന്നും മിണ്ടാത്ത? വക്കീല് സംഭവം ഒക്കെ അറിഞ്ഞ് ഞാനാ എടുത്തോ? പിന്നെ മനസ്സിലാവാതെ എന്നിട്ട് നീ അതെന്ത് ചെയ്ത്? വിറ്റാ? വിറ്റിട്ടില്ല, വീട്ടിലിരിപ്പുണ്ട്. മോനെ ദാസപ്പ, നാട്ടിലെ എണ്ണം പറഞ്ഞ ഒരു വക്കീലിന്റെ വീട്ടിൽ കയറി മോട്ടിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നീ ചിന്തിച്ച? മര്യാദയ്ക്ക് സാധനം തിരിച്ചു കൊടുത്ത് വക്കീലിന്റെ കാല് പിടിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ജോണിക്കുട്ടിയുടെ വാഴക്കല മോട്ടിച്ച പോലെ ആവൂല കാര്യങ്ങള്. പോലീസുകാർ ഇടിച്ചിന്റെ നട്ടല്ലൂരും. എന്തിത്തരം കഴിയുന്ന ഹലോ. വക്കീലെ, ഇത് ഞാനാ. എന്താ ഉത്തമ? വക്കീലെ, ആളെ പിടികിട്ടി. ആരെ? ആ ദാസപ്പൻ അല്ലാതാര്? വക്കീൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സാധനം എടുത്തത് അവൻ തന്നെയാണ്. എന്റെ അടുത്ത് അവൻ സമ്മതിച്ചു. പിന്നെ അവനത് വിട്ടിട്ടൊന്നും ഇല്ല, വീട്ടിലുണ്ട്. ഉണ്ടോ? എങ്കിൽ ഉത്തമ പെട്ടെന്ന് അവനെ കൂടെ വീട്ടിൽ പോയി ആദ്യം എടുത്തോണ്ട് വാ. ആദ്യം ഞാൻ അവനെ കയ്യോടെ വക്കീലിന്റെ അടുത്ത് കൊണ്ടുവരാം. സംഗതി കേസാക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കണ്ടേ? അയ്യോ, കേസ് ഒന്നും വേണ്ട. പിന്നെ അതിന്റെ പുറകെ നടക്കാൻ എനിക്ക് ഒട്ടും നേരമില്ല. അതൊക്കെ വക്കീല് തീരുമാനിച്ചോ? പ്രതിയും കൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ആകുമ്പോ അവിടെ എത്തും. അല്ല, എന്റെ ഈശ്വര, നീ എന്റെ കൂടെ തന്നെ നിന്നു. ഇനി എനിക്ക് വലിയ ഓഫീസറുടെ മുന്നിൽ പോയി നാളാവാം.
റെഡിയായി കഴിഞ്ഞു. കണ്ടിട്ട് തോന്നില്ലേ? ഒരു 5 മിനിറ്റ് നിൽക്കാമെങ്കിൽ ഒരു ഭയങ്കര കാഴ്ച കാണാം. എന്ത് കാഴ്ച? കുറച്ചു മുന്നേ വിദ്യാലക്ഷ്മി പേഴ്സ് മറന്നു വെച്ച് പോയൊരു കഥ ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ആ, അത് മുഴുവൻ നുണയായിരുന്നു. ഒരാൾ ഒരു സാധനം മറന്നു വെക്കുകയും അത് മോഷണം പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അതിനായിട്ട് ഒരു കഥ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാ. ശരിക്കും ഒരു സാധനം മറന്നുപോയത് ഞാനാണ്. ഇന്നലെ തുണി അലക്കൊണ്ടിരുന്നപ്പോ ഞാൻ എന്റെ മാല അവിടെ ഉരു വെച്ചല്ലോ. അതെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ എനിക്കറിയാമെന്ന്. പക്ഷേ അതവിടെ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇന്ന് രാവിലെ ഓർത്തപ്പോ ഓടിപ്പോ ഞാൻ നോക്കി, ആ മാലയപ്പോ അവിടെ ഇല്ല. ഇങ്ങനെ ഒച്ച വെക്കണ്ട, മാല പോയി എന്നുള്ളത് നേരാണ്. പക്ഷെ ഞാനാരാ മോള്? ഷെർലക് ഹോംസിന്റെ പേരിൽ അന്വേഷണം നടത്തി ഞാൻ മാല മോഷ്ടിച്ച ആളെ പിടിച്ചു. ദാസപ്പൻ. ദാസപ്പനാണ് മോഷ്ടിച്ചെന്നറിഞ്ഞ് ഞാൻ ഉത്തമനെ പറഞ്ഞു വിട്ട് ദാസപ്പനെ പിടിച്ചു. പ്രതിയും തുണ്ടിയുമായി ഉത്തമൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. മാലയെടുത്തവനെ ഞാൻ തന്നെ പിടിച്ച സ്ഥിതിക്ക് ഇനി അതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കാൻ പാടില്ല. ആ, ഉത്തമനെത്തി. വന്നിട്ടുണ്ടെങ്കിൽ പ്രതിയെ കാണാം. നമസ്കാരം വക്കീലെ. ദാ നിപ്പുണ്ട്. ആളെ ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ദാസപ്പനാള് കൊള്ളാലോ ദാസപ്പ. ഞാൻ എന്തുമാത്രം സഹായം ദാസപ്പന് ചെയ്തു തന്നിട്ടുണ്ട്. ആ, എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണമായിരുന്നു. നമസ്കാരമുണ്ട് സാറേ. സംഭവമൊക്കെ സാർ അറിഞ്ഞ് കാണുമല്ലോ. ഞാൻ പറഞ്ഞു മോഹനേട്ടന്റെ അടുത്ത്. ആളെ ഉത്തമം പിടിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് കാര്യം പറയാമല്ലോ. സത്യത്തിൽ ദാസപ്പനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്നെ പപ്പടം പൊടിക്കുന്നവരെ പൊടിച്ചെന്നെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ വക്കീല്. വക്കീൽ ഇത് കേസാക്കരുത്. 2 പ്രാവശ്യം ഇതിനു മുന്നേ പോലീസ് പിടിച്ചപ്പോഴും ഞാനാണ് ദാസപ്പനെ ജാമ്യത്തിലിറക്കിയത്. കഴിഞ്ഞ തവണ ഏലിയാസിന്റെ കേസ് വന്നപ്പോ കോടതിയിൽ എത്താതെ തന്നെ കേസ് ഞാൻ ഒത്തുതീർപ്പാക്കി. ആ, ജോണിക്കുട്ടിയുടെ പരാതി വന്നപ്പോഴും ഞാൻ ദാസപ്പനെ സഹായിച്ചാണ്. എന്നിട്ടാണോ ദാസപ്പ ഇവിടെ കയറി വന്ന് എന്റെ മാല തന്നെ മോഷ്ടിച്ചത്? പിന്നല്ലാതെ അത് 4 പവന്റെ മാലയാ. രൂപ 85,000 വരുന്നത്. അതാണ് ദാസപ്പൻ എടുത്തോണ്ട് പോയത്. വക്കീൽ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? കള്ളം പറയരുത്. സാധനം എടുത്ത നീ തന്നെയാണ്. അത് വിറ്റിട്ടില്ല, വീട്ടിൽ ഇരിപ്പുണ്ടെന്നൊക്കെ നീ തന്നെയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ കള്ളം പറയുന്ന നീ. എന്റെ ഉത്തമൻ, ഞാൻ എടുത്തു പറയുന്നത് മാലയല്ല, പിന്നെ ഒരു ഉരുളിയാ. ഉരുളിയും പോയാ? ഉരുളിയോ? അതെ. വക്കീല് പൈസ എടുക്കാൻ അകത്തോട്ട് പോയപ്പോഴാ ആ കിണറ്റിൽ കഴുകി വെച്ചിരിക്കുന്ന ഒരു ചെമ്പിന്റെ ഉരുളി ഞാൻ കണ്ടത്. ഒരു 500 രൂപ കിട്ടുന്ന മുതലാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനതങ്ങ് എടുത്തോണ്ട് പോവുകയും ചെയ്തു. ദൈവത്തിനാണ് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ മാല എവിടെയാ ഇരുന്നത്? നീ വെറുതെ കള്ളം പറയരുത്. നീ അല്ലാതെ വേറൊരു ആൾ ഇന്നലെ ഇവിടെ വന്നിട്ടില്ല അല്ലേ വക്കീലെ? എന്റെ ഉത്തമ, എന്നെ വിശ്വസിക്കണം. സത്യമായിട്ട് ഞാൻ അല്ല എടുത്തത്. ഞാൻ എടുത്തത് ഉരുളിയാ. അത് വീട്ടിലിരിപ്പുണ്ട്. ഇപ്പൊ തന്നെ പോയി ഞാനത് എടുത്തോണ്ട് വരാം. ഉരുളി എടുത്തോണ്ട് വന്നിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഉത്തമൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഉത്തമൻ പോയി കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം. എന്റെ കാര്യത്തിൽ തീരുമാനമായി. മാല പോയ കാര്യം വക്കീൽ എന്തിനാണ് ഇപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞത്? ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വ്യക്തമാക്കിയതിനു ശേഷം പറഞ്ഞ പോലെ. മാല കിട്ടിയത് ഉത്തമം ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് മോഹനേട്ടന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ ഈശ്വര, 4 പവന്റെ മാലയാ. അപ്പൊ പിന്നെ ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ വക്കീലെ. സാറ് ചിലപ്പോ ചൂടാവുമായിരിക്കും. ഒന്നും മൈൻഡ് ചെയ്ത് അങ്ങ് നിന്ന് കളഞ്ഞാ മതി. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവന്റെ എന്നാ ഉരുളിയെങ്കിലും വാങ്ങിക്കാം. താമസിച്ച് അതും അവൻ കൊണ്ട് വിൽക്കും. ഉരുളിയുടെ കാര്യം ഉത്തമനേറ്റു, ഗ്യാരണ്ടി. എന്നെ വഴക്ക് പറയരുത്. മാല പോയതിന്റെ വിഷമത്തിൽ എന്റെ ചങ്ക് തകർന്നിരിക്കും. ഇനി മോഹനേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകും. നീ കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. മാല പോയെങ്കിലും നിന്റെ അതിബുദ്ധി കൊണ്ട് നീ അത് കണ്ടുപിടിച്ചെന്നും
അതുകൊണ്ട് നീ ഇനി വഴക്ക് വരാൻ പാടില്ല എന്നൊക്കെയല്ലേ? മാല കിട്ടിയെന്നല്ലേ മോനേട്ടാ ഞാൻ കരുതിയത്. ആ മാല പോയെന്നറിഞ്ഞപ്പോൾ അത് ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നില്ലേ? നീ എന്താ പറയായിരുന്നേ? മോനേട്ട ദേഷ്യപ്പെടുമെന്ന് പേടിച്ച. നീ ആ മാല പോയ കാര്യം ഉത്തമനോട് പോലും പറഞ്ഞില്ലേ? എന്നിട്ടും എന്നോട് പറയണം എന്ന് നിനക്ക് തോന്നിയില്ല? ഞാൻ പറഞ്ഞല്ലോ മോനേട്ട, ഇന്നലെ മാല സൂക്ഷിക്കാൻ അറിയാന്ന് ഞാൻ മോഹനോട് പറഞ്ഞു പോയില്ലേ. ഞാൻ ഇന്നൊന്ന് മാല പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനോട് ദേഷ്യപ്പെടുമെന്ന് ഓർത്താ. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പക്ഷേ എന്നോട് പറയേണ്ട കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടായേനെ. എന്തു ഗുണം? മാല എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. എന്റെ മാല ഇതെവിടുന്നാ കിട്ടിയേ? നീ ഇത് വെച്ച അതേ സ്ഥലത്ത്. എപ്പോഴാ കിട്ടിയേ? ഇന്നലെ വൈകിട്ട്. ഇന്നലെ ഞാൻ ആഫീസ് വന്നിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാ. അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ മാല. നീ രാവിലെ അത്രയും അഹങ്കാരം പറഞ്ഞല്ലേ, ഒന്ന് പേടിക്കട്ടെന്ന് കരുതിയാ ഞാനെടുത്ത് മാറ്റി വെച്ചത്. പക്ഷെ ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെയോ നീ ഈ മാല അന്വേഷിച്ചിട്ടേ ഇല്ല. എന്നാലും ഇത് കിട്ടിയെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എന്തുമാത്രം പേടിച്ചു. സുമലത കൊലക്കേസിൽ ഭർത്താവിനെ സംശയിക്കാതെ അയൽവാസിയെ സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസിനെതിരെ നീ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് നിന്റെ ഒരു സാധനം കാണാതെ പോയാൽ അത് കണ്ടോ എന്ന് ആദ്യം ചോദിക്കേണ്ടത് ആരോടാ? എന്നോട്. അത് ചെയ്യാതെ ഉത്തമന്റെ സഹായം ചോദിച്ചു. ദാസപ്പനാണ് മാല എടുത്തതെന്ന് കരുതി. ചുരുക്കി പറഞ്ഞാൽ നിന്റെ ബുദ്ധി പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അങ്ങനൊന്നും പറയണ്ട. മാല കാണാതെ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനട്ട് വഴക്ക് പറയുന്ന പേടിച്ചല്ല ഞാൻ പറയാതിരുന്നേ. ഇനിയിപ്പോ എനിക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യമായിട്ടാലും മോനട്ടോട് പറയാലോ. പറഞ്ഞാനെ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ മോനട്ടാ. അതെ, ഐ ലവ് യു. ഐ ലവ് യു എന്ന്. വില്ലേജ് ഓഫീസർ ആഫീസ് ജോലിയിൽ മാത്രമല്ല അഭിനയത്തിലും പുലിയാണെന്ന് തെളിയിച്ചതാണ് നമ്മൾ കണ്ടത്. കുറച്ചു നേരത്തേക്കെങ്കിലും വക്കീലിനെ മുൾമുനയിൽ നിർത്തിയ മോഹനകൃഷ്ണനെ അഭിനന്ദിക്കാതെ വയ്യ. ഈ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടതൊക്കെ സത്യഭാമ പഠിച്ചുകൊള്ളും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാരുനിസാരം തുടരുന്നു.